Hi everyone, welcome back to Learning Planet. Learning Planetലേക്ക് എല്ലാവർക്കും സ്വാഗതം. All our dreams can come true if we have the courage to pursue them. All our dreams can come true if we have the courage to pursue them. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകും. നമുക്ക് ആ സ്വപ്നങ്ങളെ പിന്തുടരാനുള്ള ധൈര്യമാണ് ഉണ്ടായിരിക്കേണ്ടത്. വിശ്വവിഖ്യാത വാൾട്ട് ഡിസ്നിയുടെ വരികളാണിവ. നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് കടക്കാം. ഓക്കെ, നമുക്കിന്ന് അടുത്ത സെഗ്മെൻറ്റിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ 3 കാലങ്ങളിൽ പതിവായി നടക്കുന്ന കാര്യങ്ങൾ, സംഭവിച്ചത്, ഇനി സംഭവിക്കാനിരിക്കുന്നത്, പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, ഇങ്ങനെയുള്ളതിലെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അതിൽ പക്ഷേ നമ്മൾ ഓക്സിലറീസ് ഈസ്, ആം, ആർ, അതുപോലെ കഴിഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ വാസ്, വെയർ, വിൽ ബി, ഷാൽ ബി, ഇങ്ങനെയുള്ളതൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. നമുക്കതും കൂടെ ഒന്ന് നോക്കാം. സോ വാട്ട്സ് യുവർ പ്ലാൻ? വാട്ട് ഈസ് യുവർ പ്ലാൻ? വാട്ട്സ് യുവർ പ്ലാൻ? എന്താണ് നിൻ്റെ പദ്ധതി? എന്താകുന്നു നിൻ്റെ പദ്ധതി? അപ്പോൾ അത് എന്തായിരുന്നു എന്ന് പറയണം. യുവർ പ്ലാൻ എന്ന് പറയുമ്പോൾ നിൻ്റെ പദ്ധതി, ഒരു പദ്ധതിയുള്ളൂ. അതുകൊണ്ടാണ് വാട്ട് വാസ്, ഇവിടെ വാട്ട് ഈസ് എന്ന് വരുന്നത്. ഇവിടെ ആകുന്നു, ഇവിടെ ആയിരുന്നു. എന്താകും എന്നാണ് നിങ്ങൾക്ക് ചോദിക്കേണ്ടതെങ്കിൽ വാട്ട് വിൽ ബി യുവർ പ്ലാൻ? വാട്ട് വിൽ ബി യുവർ പ്ലാൻ? അപ്പോൾ എന്താണ് നിൻ്റെ സ്വപ്നം? വാട്ട് ഈസ് യുവർ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഡ്രീം എന്ന് ചേർക്കണം. വാട്ട്സ് യുവർ ഡ്രീം? വാട്ട്സ് യുവർ ഡ്രീം? എന്തായിരുന്നു നിൻ്റെ സ്വപ്നം? വാട്ട് വാസ് യുവർ ഡ്രീം? എന്തായിരിക്കും നിൻ്റെ സ്വപ്നം? വാട്ട് വിൽ ബി യുവർ, ഈ പ്ലാൻ എന്നുള്ള സ്ഥാനത്ത് ഡ്രീം എന്ന് ചേർത്താൽ മതി. അപ്പോൾ ഒന്നിലധികം പേരുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പതിവായി നടക്കുന്ന പ്രസൻറ്റിൽ പറയുമ്പം ആർ എന്നാണ് ചേർക്കേണ്ടത്. ഒരാളുടെ കാര്യമാണ് പറയുന്നതെങ്കിൽ ആകുന്നു എന്ന് മാത്രം അർത്ഥം കിട്ടിയാൽ മതിയെങ്കിൽ ഈസ് എന്നാണ് ചേർക്കേണ്ടത്. അപ്പോൾ നോക്കാം അടുത്തത്. വേർ ആർ യു? നീ എവിടെയാകുന്നു? നീ എവിടെയാകുന്നു? അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ ഉത്തരം ഞാൻ ടൗണിലാണ്, ഐ ആം ഇൻ ദ ടൗൺ, ഐ ആം ഇൻ എ ടൗൺ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൗണിലാണെങ്കിൽ ഐ ആം ഇൻ എ ടൗൺ. ഐ ആം ഇൻ ദ സിറ്റി, ഞാനൊരു സിറ്റിയിലാണ്. ഐ ആം അറ്റ് മൈ ഹോം, ഞാൻ എൻ്റെ വീട്ടിലാണ്. ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പറയുക. സോ വേർ ആർ യു? വേർ ആർ യു നൗ? നീ ഇപ്പോൾ എവിടെയാകുന്നു? നീ എവിടെയായിരുന്നു? വേർ യു? ഈ വേർ എവിടെയെന്നും ഇത് ആയിരുന്നു എന്നർത്ഥം വരുന്ന ഓക്സിലറി വെർബുമാണ്. യു എന്നത് ബഹുവചനമായി കണക്കാക്കുന്നതുകൊണ്ടാണ് ഇവിടെ വേർ എന്ന് വന്നത്. ഇവിടെ രാജു എവിടെയായിരുന്നു എന്നാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ വേർ വാസ് രാജു? രാജു എവിടെയായിരുന്നു? ഇനി വേർ വിൽ യു ബി? നീ എവിടെയാകും? നീ എവിടെയാകും? അപ്പം ഞാൻ ബാംഗ്ലൂരിലാകും. ഫ്യൂച്ചറിലുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഐ വിൽ ബി ഇൻ ബാംഗ്ലൂർ. ഐ വിൽ ബി ഇൻ ബാംഗ്ലൂർ. ഞാൻ ബാംഗ്ലൂരിലാകും. ഞാൻ ബാംഗ്ലൂരിൽ ആയിരുന്നു. ഐ വാസ്. ഇതിൻ്റെ ഉത്തരം നോക്കൂ. യു എന്നത് ഐ ആയി, ആയിരുന്നു എന്നർത്ഥം വരാൻ ഐ വാസ്, അതിൻ്റെ കൂടെ വാസ് എന്നാണ് ചേരുക. ഐ വാസ് ഇൻ ബാംഗ്ലൂർ. ഞാൻ ബാംഗ്ലൂരിൽ ആയിരുന്നു. വേർ ആർ യു? ഞാൻ ബാംഗ്ലൂരിലാകുന്നു. ഐ ആം ഇൻ ബാംഗ്ലൂർ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, ലെറ്റ്സ് സീ സം അതർ എക്സാമ്പിൾസ്. ഐ ആം ടീച്ചർ. ഞാനൊരു ടീച്ചറാകുന്നു. അപ്പോൾ എന്താണ് നിങ്ങളുടെ ജോലി എന്നാണ് ശരിക്കും ഇതിൻ്റെ അർത്ഥം. വാട്ട് ആർ യു? നിങ്ങൾ എന്താകുന്നു എന്നല്ല, നിങ്ങൾക്ക് എന്താണ് ജോലി. വാട്ട്സ് യുവർ ജോബ് ഓർ പ്രൊഫഷൻ? അപ്പോൾ ആ ഒരു സെൻസിലാണ് ഇത് വരിക. നിന്റെ അച്ഛൻ എന്താണ് ജോലി എന്ന് ചോദിക്കുമ്പോൾ വാട്ട് ഈസ് യുവർ ഫാദർ? വാട്ട്സ് യുവർ ഫാദർ? വാട്ട്സ് യുവർ ഫാദർ? അപ്പോൾ ഫാദർ ഒരു ബിസിനസ് മാൻ ആണ് ചോദിക്കുക. മൈ ഫാദർ ഈസ് എ ബിസിനസ് മാൻ. അങ്ങനെയാണ് പറയേണ്ടത്. ഇനി സംഭവിച്ചു കഴിഞ്ഞതായിട്ട് അങ്ങനെ ആയിരുന്നു എന്ന് പറയാം. ഐ വാസ് എ ടീച്ചർ. ഇപ്പൊ അങ്ങനെയല്ല. സോ വാട്ട് വേർ യു? നിങ്ങൾ എന്തായിരുന്നു എന്നല്ല അർത്ഥം, നിങ്ങളുടെ ജോലി എന്തായിരുന്നു എന്നാണ് അർത്ഥം. സോ ഐ വാസ് എ ടീച്ചർ. വാട്ട് വേർ യു? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ആൻഡ് ഐ വിൽ ബി എ ടീച്ചർ. ഐ വിൽ ബി എ ടീച്ചർ. ഞാൻ ഒരു ടീച്ചറായിരിക്കും, ടീച്ചറാകും എന്നാണ് അതിന്റെ അർത്ഥം. വാട്ട് വിൽ യു ബി? വാട്ട് വിൽ യു ബി ഇൻ ഫ്യൂച്ചർ? വാട്ട് വിൽ യു ബി ഇൻ ഫ്യൂച്ചർ? അതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഒരെണ്ണം കൂടെ ഇതിൽ നമുക്ക് പറയാനുണ്ട്. ഹാവ്, ഹാസ്. ഉണ്ട്, കൈവശമുണ്ട്, സ്വന്തമായിട്ടുണ്ട് എന്നൊക്കെയാണ് അർത്ഥം. പോസസ് എന്നാണ് ഇതിനർത്ഥം വരുന്നത്. ഐ ഹാവ് 2 ബ്രദേഴ്സ്. എനിക്ക് 2 സഹോദരന്മാരുണ്ട്. അപ്പോൾ ഉണ്ട് എന്നർത്ഥം വരുന്നത് എന്തും പറയാം. എനിക്ക് ഒരു സ്വപ്നമുണ്ട്. ഐ ഹാവ് എ ഡ്രീം. ഐ ഹാവ് എ ഡ്രീം.
അങ്ങനെ പറഞ്ഞാൽ മതി. ഉണ്ട് എന്നർത്ഥം വരും. അടുത്ത് നോക്കാം, ഒരാളുടെ കാര്യം പറയുമ്പോഴൊക്കെ ഹാസ് ആണ് ചേർക്കുന്നത്. അപ്പൊ നോക്കാം, ഉണ്ട് എന്നർത്ഥം വരും. ഷീ ഹാസ് 3 flats in the city. അവൾക്ക് 3 ഫ്ലാറ്റുകളുണ്ട് പട്ടണത്തിൽ. അവൾക്ക് പട്ടണത്തിൽ 3 ഫ്ലാറ്റുകളുണ്ട്. ഇനി രാജു ഹാസ് എ ഷോപ്പ് ഇൻ ദ വില്ലേജ്. രാജുവിന് ഗ്രാമത്തിൽ ഒരു കടയുണ്ട്. രാജുവിനുണ്ട്. രാജു ഹാസ് എ ഷോപ്പ് ഇൻ ദ വില്ലേജ്. ഇനി നമ്മൾ ഇതിന്റെ ചോദ്യങ്ങൾ ഉണ്ടാക്കുകയായിരിക്കും. ഈ ഒരു എണ്ണത്തെയാണ് നമ്മൾ കണക്കാക്കുന്നത് വിചാരിക്കുക. ഹൗ മെനി എന്ന് ചേർക്കണം. ഹൗ മെനി എത്ര എണ്ണം എന്നായി, എത്ര പേരെന്നോ എത്ര എണ്ണം അങ്ങനെയൊക്കെയാണ് അർത്ഥം വരിക. ഹൗ മെനി ബ്രദേഴ്സ്. നിലവിൽ ഇതെല്ലാം പ്രസന്റിലാണ്. അപ്പൊ നമ്മൾ നോക്കാം, ഹൗ മെനി ബ്രദേഴ്സ് ഡു എന്നാണ് ചേർക്കുന്നത്. ഐ എന്നത് എപ്പോഴും നമ്മൾ എന്താക്കും, യു എന്നാവും. ഹൗ മെനി ബ്രദേഴ്സ് ഡു യു ഹാവ്. നിങ്ങൾക്ക് എത്ര സഹോദരന്മാരുണ്ട്. ഹൗ മെനി ബ്രദേഴ്സ് ഡു യു ഹാവ്. സോ ഐ ഹാവ് 2 brothers. I have 2 brothers. I have എന്ന് തറപ്പിച്ച് പറയേണ്ട I have 2 brothers. So how many brothers do you have? She has 3 flats in the city. അവൾക്ക് 3 ഫ്ലാറ്റുകളുണ്ട്. അപ്പോഴും എണ്ണമാണ് വരുന്നത്. നമുക്ക് ഈ 3 എന്നതിന്റെ ഒരു ചോദ്യമാണ്. എത്ര ഫ്ലാറ്റുകളാണ് അവൾക്ക് സിറ്റിയിലുള്ളത്? അപ്പൊ നോക്കാം, how many flats. How many flats? ഒരാളാണ്, ഷീ എന്നതാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഡസ് ഷീ ഹാവ്. ശരിക്കും ഉത്തരത്തിൽ ചോദ്യത്തിൽ നോക്കൂ, ചോദ്യത്തിൽ നമ്മളിവിടെ ഹാവ് എന്നാണ് ചേർത്തിരിക്കുന്നത്. ഡസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഹാസ് ചേർക്കാൻ പാടില്ല. എസ് ചേർത്തത് കൊണ്ട് പിന്നെ റിസൾട്ട് സാധനം വേണ്ടെന്ന് വിചാരിക്കാം. ഷീ ഹാസ് 3 flats in the city and how many flats does she have? ഡു യു ഹാവ് എന്ന് പറയുന്ന പോലെ തന്നെ ഡസ് ചേർത്തു, കാരണം ഷീ വന്നു. പക്ഷെ പിന്നീട് ഹാസ് ചേർക്കാൻ പാടില്ല, ഹാവ് എന്ന് ചേർക്കാൻ പാടുള്ളൂ. ഉത്തരം പറയുമ്പോൾ വീണ്ടും നമ്മൾ ഇതേ പാറ്റേണിലേക്ക് പറയുക വേണം. ഇപ്പൊ ചോദ്യങ്ങൾ ചോദിച്ച് ശീലിക്കുക, പതുക്കെ ചോദിക്കുക. ഇതാണ് വേണ്ടത്. രാജു ഹാസ് എ ഷോപ്പ് ഇൻ ദ വില്ലേജ്. രാജുവിന് ഗ്രാമത്തിൽ ഒരു കടയുണ്ട്. അപ്പോ ഇവിടെ നമുക്ക് രാജു എന്ന് ആണ് വേണ്ടതെന്ന് വിചാരിക്കാം. അപ്പൊ ആർക്കാണ് പിന്നെ ഗ്രാമത്തിൽ കടയുള്ളത്? ഹു ഹാസ് എ ഷോപ്പ് ഇൻ ദ വില്ലേജ്. ആർക്കാണ് ആ ഒരു കടയുള്ളത്? ഹു ഹാസ് ദ ഷോപ്പ് എന്ന് പറയാം, ഹു ഹാസ് എ ഷോപ്പ് ഇൻ ദ വില്ലേജ്. അങ്ങനെ ചോദിച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ പ്രസന്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ തീർത്തു. നിങ്ങൾ പഴയ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക. സംശയങ്ങളൊക്കെ ഉള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ സുഹൃത്തുക്കൾക്കെല്ലാം നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ക്ലാസ്സുകളെ സംബന്ധിച്ച അഭിപ്രായങ്ങൾ അറിയിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മോഡിഫിക്കേഷൻസ് നമുക്ക് ക്ലാസ്സുകളിൽ വരുത്താം. എല്ലാവരും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ. ഇന്ന് നമ്മൾ പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ഈ 3 ടെൻസിലെയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം അതുമായി ബന്ധപ്പെട്ട എല്ലാം തീർന്നിട്ടുണ്ട്. നമ്മളിനി കോൺവെർസേഷൻസ് ചെയ്യുമ്പോൾ അടുത്ത ഭാഗങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് അത് റിവൈസ് ചെയ്ത് പറയാം. നിങ്ങൾ ക്ലാസ്സുകൾ കൃത്യമായി നിരീക്ഷിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനിയും വൈകിയവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലുകൾ കാണുക. ഞങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ നല്ല കണ്ടന്റുകളുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.